നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണം അത് രാഹുലിന് വലിയൊരു കുരുക്കായി മുറുകുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ അവർ ചേരുകയാണ്. നമസ്കാരം സാർ. ഈ ഒരു വിഷയത്തിൽ എന്താണ് താങ്കളുടെ ഒരു, പ്രത്യേകിച്ച് പരാതിക്കാരി ഇല്ലാന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നു, പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, ഇനി എന്താണ് ഈ ഒരു വിഷയത്തിൽ BJP സ്വീകരിക്കുന്ന നിലപാട്? അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പോകണം. നാട്ടിലെ ജനങ്ങൾ MLA ആക്കിയത് ഇതിനൊന്നുമല്ല. ഒരു വ്യക്തമായ മാൻഡേറ്റ് കൊടുത്തതും നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ്. അല്ലാതെ ഇതുപോലുള്ള വൃത്തിഹീനമായ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു MLA ആയിട്ട് തുടരാൻ സാധിക്കുക? അവിടെ MLA സ്ഥാനം രാജിവെക്കണം. ഈ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. ജനങ്ങളോട് പറയണം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് ജനങ്ങളോട് പറയാതെ ഒളിച്ചോടേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് ഒന്നത്. രണ്ട്, കേസിനെ നേരിടുന്നതിൽ എന്താണ് ഭയം എന്തിനാണ്? അപ്പോൾ എന്തോ ഒളിച്ചു വെക്കാനുണ്ട്? ഈ കാര്യത്തിൽ യാതൊരുവിധ മറയും കൂടാതെ സത്യസന്ധനാണ്, സുതാര്യമായ ജീവിതമാണ് എങ്കിൽ അദ്ദേഹം അത് യാതൊരു ഒളിച്ചുകളിയും കൂടാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ജനങ്ങളോട് പറയണം. അതല്ലാതെ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പല മാർഗങ്ങളിലൂടെ ഈ കേസിൻ്റെ ഗതിയെ തിരിച്ചുവിടാൻ ഒക്കെ ശ്രമം നടത്തേണ്ട കാര്യം എന്താണ്? ഒരു നിമിഷം പോലും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് തുടരാൻ അധികാരമില്ല, അവകാശമില്ല, ധാർമ്മികമായോ നിയമപരമായോ പോലുമില്ല. അതിന് അദ്ദേഹം തയ്യാറാവണം. ഈ ഒരു വിഷയം പുറത്തു വന്നതോടെ CPM നേരിടുന്നത് ശബരിമല കൊള്ള മറയ്ക്കാനുള്ള ഒരു അടവാണ് എന്ന ഒരു ആരോപണം, BJP നേരിടുന്നത് ഈ പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് സജീവമായതുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുലിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇങ്ങനെ രണ്ടു കൂട്ടരും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്നുണ്ട്. ശരിക്കും ഇതൊരു ശബരിമല കൊള്ള മറയ്ക്കാനുള്ളൊരു അടവായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു വിഷയം ഇത്രയധികം പരാതിക്കാരി നേരിട്ട് വന്ന സാഹചര്യത്തിൽ? അല്ല, ഇതോടുകൂടി കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും അവരെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഒരു കൂട്ടര് ശബരിമല കൊള്ള നടത്തുകയാണ്, സ്വർണ്ണക്കൊള്ള നടത്തുകയാണ്. കോൺഗ്രസ്സിന് യാതൊരുവിധ ധാർമ്മികതയും മൂല്യബോധവും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് തെളിയിക്കുകയാണ്. രണ്ട് പ്രശ്നങ്ങളും രണ്ട് മുന്നണികളെയും തുറന്നു കാണിക്കുകയാണ്. LDFനെയും UDFനെയും ഒരുപോലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. അവർ ജനങ്ങളോട് പറയുന്നത് ഇതേവരെ പറഞ്ഞിരുന്നതും എല്ലാം പച്ചക്കള്ളമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ LDFും UDFും പ്രവർത്തിക്കുന്നത്. കോൺഗ്രസും CPMും പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങളുടെ പാർട്ടിയല്ല. അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളാണ്, വ്യക്തിപരമായ നേട്ടങ്ങളാണ് നേതാക്കന്മാർക്ക്. അവർക്ക് രാഷ്ട്രീയ സത്യസന്ധതയില്ല, ജീവിത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല, ആദർശ രാഷ്ട്രീയമല്ല. അതുപോലെ തന്നെ അവർക്ക് ഒരു ക്രിയാത്മകമായ രചനാത്മകമായ ഒരു രാഷ്ട്രീയം, തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഇല്ല. രണ്ടും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. CPMും ഇവിടെ ഒറ്റപ്പെടുകയാണ്, കോൺഗ്രസും ഒറ്റപ്പെടുകയാണ്. കോൺഗ്രസിനും CPMനും ഇനി മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെപ്പറ്റി പറയാൻ ഒരു അർഹതയില്ല. അവർ അഴിമതിയുടെ കൂടെയാണ്. അവർ ഇതുപോലുള്ള കേസുകളിൽപ്പെട്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി അതിനെയൊക്കെ പരിരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ്. രണ്ടു കൂട്ടരും ജനങ്ങളെ മറന്നവരാണ്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലല്ല അവർക്ക് താല്പര്യം എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ രണ്ട് സംഭവ വികാസങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം LDFനും UDFനും എതിരെ എന്തൊക്കെയായിരുന്നോ ഇത്രയും നാളും പറഞ്ഞിരുന്നത് അതൊക്കെ ശരിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവർ ജനവിരുദ്ധരാണ്, അവർക്ക് ജനനന്മയല്ല ആഗ്രഹം എന്ന് BJP എത്രയോ നാളുകളായിട്ട് പറയുന്ന കാര്യമാണ്. ഇന്നത് ഫലത്തിൽ അത് വളരെ പ്രകടമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംഭവവികാസങ്ങൾ അത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്, തുറന്ന് കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ശബരിമല വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അത് വിശ്വാസികളുടെ ഒരു അവർക്കുണ്ടായ ഒരു വിഷമം അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന് ഒരു വിലയിരുത്തലുണ്ടോ? പ്രതിഫലിക്കുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഭക്തജനവികാരം വ്രണപ്പെട്ട് അവർ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടെ എല്ലാമായ ആ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടു. അത് ഇത്ര കിലോ ഇത്ര തൂക്കമുള്ള സ്വർണ്ണപ്പാളി എന്നുള്ളതല്ല,
അത് വികാരമാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ വീണ്ടെടുക്കും എന്ന് പറയാനുള്ള ആർജവം ഗവൺമെൻറ്റിനില്ല. കാരണം ഗവൺമെൻറ്റും പ്രതിസ്ഥാനത്താണ്. ഗവൺമെൻറ് നയിക്കുന്നവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാഷ്ട്രീയ CPM നേതാക്കളാണ്. അവർക്കതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. പത്മകുമാറിനും വാസുവിനുമെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അവർ കുറ്റാരോപിതരെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെക്കണമെന്ന് പറയേണ്ട കാര്യം? അദ്ദേഹം കുറ്റാരോപിതൻ. KM മാണി പണ്ട് ഇവിടെ ബാർക്കോഴ വിഷയത്തിൽ എന്തിനാ രാജിവെക്കാൻ ഹർത്താൽ നടത്തി ബന്ദ് നടത്തിയവരാണ്. അന്നും അദ്ദേഹം കുറ്റാരോപിതരായിരുന്നു. എന്തിനാണ് നിയമസഭയിൽ ഇത്രയധികം ബഹളം ഉണ്ടാക്കി വസ്തുവകകൾ മുഴുവൻ നശിപ്പിച്ച് വലിയ അക്രമ പ്രവർത്തനങ്ങൾ അന്ന് നടത്തിയത്? എന്തിൻ്റെ പേരിലായിരുന്നു? അന്നും KM മാണി കുറ്റാരോപിതനാണ്. അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണ്. കുറ്റാരോപിതം എന്നുള്ളത് ഇത്രയും വലിയ കൊള്ള നടത്തി 4-5 കിലോ സ്വർണം കാണാതായി, അത് അടിച്ചു മാറ്റി മോഷ്ടിക്കപ്പെട്ട് തന്മൂലമുണ്ടായ ഒരു വലിയ വേദനയോടുകൂടി ഇവിടെ കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ജയിലിൽ കിടക്കുന്നയാൾ കുറ്റാരോപിതനാണ്, അതുകൊണ്ട് നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരോടായി പറയുന്നു? അപ്പോൾ കുറ്റത്തിന് കൂട്ടു നിൽക്കുകയാണ്, കുറ്റവാളിക്കൊപ്പമാണ്, കുറ്റകൃത്യം ചെയ്തവരോടൊപ്പമാണ് CPM. ഇവിടെ കോൺഗ്രസും അത് തന്നെയാണ്. കോൺഗ്രസും കുറ്റകൃത്യം ചെയ്തയാളുടെ കൂടെയാണ്. അവരെന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? രാജിവെക്കണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? അപ്പോൾ രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ടുപേരുടെ നയം ഒന്ന് തന്നെയാണ്. രണ്ടു കൂട്ടരും സ്വതന്ത്രമായ ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തീരെ കളങ്കമുണ്ടാക്കിയവരാണ്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി, അതായത് ഇത്തവണ നിയമസഭയിൽ താമര വിരിയുമോ എന്ന് എങ്ങനെയാണ് പ്രതീക്ഷ? ചെറിയ സംശയം എന്താ? വിരിയ മാത്രമേ ചിലപ്പോൾ കേരളം ഭരിച്ചൊന്നുമിരിക്കും. ശുഭപ്രതീക്ഷയിലാണ്. ശുഭപ്രതീക്ഷയാണ്. എന്തൊക്കെയായിരിക്കും BJP അതിലേക്ക് നയിക്കുന്നത്, ആ ജയത്തിലേക്ക് നയിക്കുന്നത് എന്തൊക്കെയായിരിക്കും? കാരണമല്ല, രണ്ടും മടുത്തതാണ്. LDF UDF ജനങ്ങൾ മടുത്തു. 67 വർഷം കൊണ്ട് കേരളത്തെ മുടിച്ചവരാണ്. ഇവിടെ എന്ത് പുരോഗതി ഉണ്ടാക്കിയത്? എന്തെങ്കിലും മാറ്റം ഭാരതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മോഡി സർക്കാരാണ്. ആ മോഡി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളും വികസന പരിപാടികളും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇന്ന് BJP NDAക്ക് കഴിയും. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ആവശ്യം. ഇപ്പോൾ പൊതുവെ നിൽക്കുന്ന ഒരു ആരോപണമാണ് CJP, അതായത് CPM BJP ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന രീതിയിൽ. അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അത് BJP CPM കൂട്ടുകെട്ടാണെന്ന് കോൺഗ്രസ് പറയും. കോൺഗ്രസ്സുകാർ പറയും CPM-ഉം BJP-യും തമ്മിൽ കൂട്ടുകെട്ടാണ്. കോൺഗ്രസ്സുകാരങ്ങനെ പറയും, CPM-കാരിങ്ങനെ പറയും. അവർ രണ്ടുപേരും ഒരേ ഒരു ആഗ്രഹമുള്ളൂ, BJP ഒരിക്കലും രക്ഷപ്പെടരുത്, BJP-യെ തോൽപ്പിക്കണം. അതിനല്ലേ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. അവർ രണ്ടുപേരും തോളത്ത് കൈയിട്ട് ഒരുമയോടെ സഹോദരങ്ങളായി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വരുമ്പോൾ കേരളത്തിൻ്റെ അതിർത്തി ഇങ്ങോട്ടേക്ക് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രം എന്ത് ശത്രുത കാണിക്കുന്നതിനാണ്? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബീഹാറിലും അവരൊരുമിച്ചല്ലേ, തമിഴ്നാട്ടിൽ അവരൊരുമിച്ചല്ലേ, കർണാടകത്തിൽ ഒരുമിച്ചല്ലേ? എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരഭിനയം എന്തിനാണ്? കാപട്യം. സത്യസന്ധതയുണ്ട് രാഷ്ട്രീയത്തിൽ. ആദർശ രാഷ്ട്രീയം രണ്ടു കൂട്ടർക്ക് നഷ്ടപ്പെട്ടു. രണ്ടുപേരും ഈ അതിർത്തി വിട്ടാൽ കൈകോർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഇവിടെ വരുമ്പോൾ അഭിനയിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരേ സാമ്പത്തിക നയം, ഒരേ വിദ്യാഭ്യാസ നയം, ഒരേ കാർഷിക നയം, എല്ലാ നയം അവരൊരുന്ന് തന്നെയാണ്. മോഡി എതിർക്കുന്ന കാര്യം, ഏത് കാര്യത്തിൽ മോഡി എതിർക്കുന്ന അവരൊറ്റക്കെട്ടാണ്. ഇപ്പോൾ സമഗ്ര വോട്ടർ പരിഷ്കരണം വന്നു, എതിർക്കുകയാണ്. GST വന്നു, എതിർത്ത്. ഏതിനെ എതിർക്കുകയാണ്? PM ശ്രീ വന്നു, എതിർക്കുക. എല്ലാം എതിർക്കുകയാണ്. ഇപ്പോൾ തൊഴിൽ കോഡ് വന്നു, എതിർക്കുകയാണ്. അവർ രണ്ടുപേരും വരണല്ലേ, ധാരണ അവർ തമ്മിലാണ്. പക്ഷേ കോൺഗ്രസ് ആയാലും CPM ആയാലും ഒരു വ്യത്യാസമില്ല. ഇപ്പം രണ്ടു കൂട്ടരേക്കും എതിരെ വലിയൊരു ജനവികാരം ഇന്ന് കേരളത്തിലുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി NDA ആണ്. ആ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വക്താക്കൾ ആ ജനാഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട്, ജനമനസാക്ഷി ഉണർത്തിക്കൊണ്ട് LDF-നും UDF-നും എതിരെ വലിയൊരു ജനശക്തിയാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. അതിനെ തടയിടാൻ CPM-നും കോൺഗ്രസിനും സാധ്യമല്ല.